പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹ സ്വാഗതം. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഒരു ജൈത്ര യാത്ര നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് 37 ബ്യൂട്ടിഫുൾ സിംഗേഴ്സ് ആണ്. ആ 37 കുട്ടികളും ഈ വേദിയിലെത്തി 3 കാറ്റഗറിയിലുള്ള ഗാനങ്ങളാണ് ഫസ്റ്റ് റൗണ്ടിൽ എല്ലാവരും തന്നെ പാടിയത്. ഇന്ന് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 രണ്ടാമത്തെ റൗണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വേദി എന്ന് പറയുന്നത് മത്സര വേദിയും കൂടിയാണ് അല്ലേ. അപ്പോൾ ഒരുപാട് കുട്ടികൾ പോയിട്ടുണ്ടാവൂ എന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. എന്നാൽ നമ്മൾ ഒന്നാമത്തെ റൗണ്ടിൽ നിന്നും രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ വളരെ കുറച്ച് കുട്ടികളെ മാത്രമാണ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ടാവുക. ബാക്കി എല്ലാവരും തന്നെ നമ്മുടെ കൂടെ ഈ ഒരു യാത്രയിലുണ്ട്. ഈ ഒരു യാത്രയിലും അതായത് ഈ രണ്ടാമത്തെ റൗണ്ടിലും നമ്മുടെ കുട്ടികൾ എല്ലാവരും വേദിയിലെത്തി 3 കാറ്റഗറിയിലുള്ള ഗാനങ്ങളാണ് അവർ പാടാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു രണ്ടാമത്തെ റൗണ്ട് തുടങ്ങുമ്പോൾ എല്ലാവരും ആരൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്, സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കാത്തിരിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് പോകാം. പോളച്ച വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക് സ്വാഗതം. മനോജേട്ടാ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. സിസ്ലി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. നമ്മുടെ ഗുഡ്നസ് ബാൻഡിലുള്ള എല്ലാവരെയും ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. സ്വാഗതം. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ ഇന്നത്തെ എപ്പിസോഡ്. ആദ്യം തന്നെ വേദിയിൽ മത്സരിക്കാനായിട്ട് എത്തുന്നത് ഏഞ്ചലീന സ്റ്റാലിൻ. വരൂ. യെസ് ഏഞ്ചലീന, മോൾ പ്രതീക്ഷിച്ചിരുന്നില്ലേ തീർച്ചയായിട്ടും സെക്കൻഡ് റൗണ്ടിൽ വരുമെന്ന്? ഉറപ്പായിരുന്നു അല്ലെ? മോള് പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? എന്തൊക്കെ പാട്ടുകളായിരിക്കും പാടേണ്ടി വരിക അല്ലെ? എന്തൊക്കെയാ മോള് ചെയ്തത്? എങ്ങനെയൊക്കെയാ ഹാർഡ് വർക്കിംഗ് എങ്ങനെയായിരുന്നു? ഈ പാട്ടിന്റെ റൗണ്ട് കിട്ടിയപ്പോൾ തന്നെ സെലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ തന്നെ വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാവരും അറിയിച്ചു. അത് കഴിഞ്ഞ് പാട്ടിന്റെ സെലക്ഷന് വേണ്ടിയിട്ട് വന്നപ്പോൾ പാട്ട് അമ്മയും എൻ്റെ പപ്പയൊക്കെ കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഓരോ പാട്ടുകളെ സെലക്ഷൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അത് എൻ്റെ അമ്മ എന്നെ എല്ലാം പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഈ പ്രാവശ്യത്തെ രണ്ടാമത്തെ റൗണ്ടിലേക്കുള്ള എല്ലാ കാറ്റഗറിയിലുള്ള ഗാനങ്ങളും ഓൾറെഡി പഠിച്ചു വെച്ചോ? എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. വൗ, ബ്യൂട്ടിഫുൾ. അപ്പൊ ഇന്ന് ആദ്യം പാടാൻ പോകുന്നത് ഏത് കാറ്റഗറിയിലുള്ള പാട്ടാണ്? ലണ്ടൻ കാറ്റഗറി, തിരുകുരിശിന്റെ. ഓക്കെ, അപ്പൊ ഇത് ചിട്ടപ്പെടുത്തിയതൊക്കെ മോൾക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ. ഞാൻ ഇതൊക്കെ ചോദിക്കുന്നുള്ളതുകൊണ്ട് എല്ലാം പഠിച്ചാ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. നന്നായിട്ട് പാട്ട് പാടൂ. പഠിച്ച പാട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. താങ്ക് യു.
ഏഞ്ചലീന, അപ്പൊ എന്തുകൊണ്ടാണ് ഈ പാട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം? ഞാൻ ചെറുപ്പത്തിലെ മുതൽ കേട്ട് വന്ന പാട്ടാണ്. അപ്പോൾ ഈ ഒരു തീം കിട്ടിയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നല്ല ആയിരിക്കും, നീ പാടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കേട്ട് പരിചയമായതാണല്ലോ. അപ്പോൾ അത് തന്നെ പഠിച്ച് പാടാന്ന് വിചാരിച്ചു. അപ്പോഴാണ് അതിനൊരു സമയമായി പഠിച്ചെടുത്തത്. ഓക്കെ, ശരി. സിസ്ലി? ഏഞ്ചലീന, എന്തോ ഈ പാട്ട് മോൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ പാട്ട് ഫീമെയിൽ സിംഗർ ആണോ പാടിയിരിക്കുന്നത്? അതെ. ആണോ? ആരാ പാടിയിരിക്കുന്നത്? ഇത് ആരാ ചെയ്തത്? ഓക്കെ. ആരാ ചെയ്തിരിക്കുന്ന മ്യൂസിക്കും ലിറിക്സും ഫാദർ ഷിൻഡു എടശ്ശേരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നല്ല സെലക്ഷൻ ഓഫ് സോങ്. മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടായതുകൊണ്ട് കുറച്ചും കൂടി അത് ഇൻവോൾവ് ചെയ്ത് പാടാൻ പറ്റി കേട്ടോ. മോളെ പറഞ്ഞല്ലോ ലെന്റൻ സീസൺ ആണെന്ന് പറഞ്ഞല്ലേ. എന്താ ഈ ലെന്റൻ സീസൺ? ഈസ്റ്ററിന് മുമ്പ് ഉള്ള ആ സമയം അല്ലേ? ഓക്കെ. നമ്മൾ 50 നോയമ്പ് അല്ലെങ്കിൽ 40 ഡേയ്സ് ഓഫ് ഉപവാസം, നോമ്പ് കാലം നമുക്ക് പറയാം അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈശോയുടെ ഒരു കുരിശുമരണവും പീഡാനുഭവവും ഒക്കെ ധ്യാനിക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ അങ്ങനെ ലിറിക്സ് വൈസ് ആണെങ്കിലും നല്ലൊരു പാട്ടാണ് ചൂസ് ചെയ്തത്. ആപ്റ്റ് ആയിട്ടുള്ള, അമ്മ പറഞ്ഞത് ശരിയാണ് കേട്ടോ, ആപ്റ്റ് ആയിട്ടുള്ള സോങ് ആണ്. പക്ഷെ എനിക്ക് ഇന്ന് ഏഞ്ചലീന പാടിയതിൽ എനിക്ക് തോന്നിയത് മോളുടെ ശബ്ദം കഴിഞ്ഞ റൗണ്ട്സിലൊക്കെ പാടിയതിനേക്കാൾ ഇച്ചിരി സ്ട്രെയിൻ ഫീൽ ചെയ്തു. കുറച്ച് ഹൈ ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, ഈ പാട്ടിനൊരു സപ്പോർട്ടീവായിട്ട് നിൽക്കാത്ത പോലെ വോയിസ് എന്തെങ്കിലും കാരണമുണ്ടോ? എനിക്ക് തോന്നിയതാണോ? കുറച്ച് സ്ട്രെയിൻ ഉണ്ട്, തണുപ്പൊക്കെ കൊള്ളുന്നതിന്റെ കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അതാണ് ഈ ഹൈ ഒക്കെ പാടുമ്പം ആ ഈശോയെന്നൊക്കെ പാടുന്ന പോർഷൻ ഇല്ലേ, കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടി പാടുന്ന പോലെ തോന്നി. ഇപ്പം നമുക്ക് ഇതൊരു മോർ ദാൻ കോമ്പറ്റീഷൻ, മോർ ദാൻ ടെക്നിക്കാലിറ്റീസ് എല്ലാം നമുക്ക് ഈ പാട്ടിൻ്റെ ആ റൗണ്ട് എന്ന് പറയുന്നത് ലെന്റൻ സോങ്. അപ്പം കേൾക്കുന്ന ആൾക്കാർക്കും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ? നമ്മളിങ്ങനെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. യോ, മോൾ ഇത്രയും കഷ്ടപ്പെട്ടാണല്ലോ പാടുന്നേ. അതിനേക്കാളൊക്കെ അപ്പുറം നമുക്ക് ഈശോയിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ആ ടെക്നിക്കാലിറ്റിക്ക് അപ്പുറം ചെല്ലാൻ പറ്റണം. അപ്പം മോൾ ആ പാട്ടിലേക്ക് ഇച്ചിരിയും കൂടി ഇൻവോൾവ് ചെയ്ത് ഫീലൊക്കെ കൊടുത്ത് പാടി. ആ സ്ട്രെയിൻ നമുക്കൊരു ഇച്ചിരി ഡിസ്റ്റർബൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മോൾക്ക് പാടുമ്പം അങ്ങനെ തോന്നിയോ, ബുദ്ധിമുട്ട് തോന്നിയോ എവിടെയെങ്കിലും? എനിക്ക് നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ശബ്ദം ഇങ്ങനെ, അതുകൊണ്ട് തന്നെ ആ പിച്ച് ഒന്ന് ഇച്ചിരി ഇങ്ങനെ വേവറിങ് ആയിരുന്നു അവിടെ എവിടെയൊക്കെ ആയിട്ട്. നിന്നെ പിരിഞ്ഞ് ആ ഭാഗം ഒന്ന് പാടാമോ? ഇച്ചിരി പിടിച്ച് വെച്ചോ, തുറന്നു പാടിക്കോ. ശബ്ദം അങ്ങ് എന്താണെങ്കിലും സംഭവിക്കട്ടെ, തുറന്നു പാടിക്കും. നിന്നെ പിരിഞ്ഞെങ്ങും പോകില്ല ഞാൻ, നിന്നെ മറന്നൊന്നും ചെയ്യില്ല ഞാൻ, ഈശോയേ ഈശോയേ നീ മാത്രമാണെന്റെ സ്നേഹിതൻ. അവിടെയൊക്കെ ഒരു എന്തോ ഒരു ജേർക്കിംഗ് ഉണ്ട് ശബ്ദത്തിന്, ഒരു ഇച്ചിരിയും കൂടി കംഫർട്ടബിൾ ആയിട്ട് വരാത്ത പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ പാടിയപ്പോൾ ഇച്ചിരി ബെറ്ററായി. നേരത്തെ പാടിയപ്പോൾ ടേക്കിനെടുത്തപ്പോൾ ഒരു ഇച്ചിരി കൂടുതൽ അതൊരു സ്ട്രെയിൻ പോലെ തോന്നി. എനിക്ക് അതാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ പാട്ടിൽ. മോള് ഈസായിട്ട് പാടുന്നത് ഫീല് കിട്ടിയില്ല ഇന്ന് പാടിയപ്പോൾ. അത് മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ ശബ്ദത്തിന്റെ ആയിരിക്കും. അപ്പൊ എല്ലാം ബെറ്റർ ആയിട്ട് അടുത്ത റൗണ്ടിൽ നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. മനോജ് ചേട്ടാ? ഏഞ്ചലീന, ഈ പാട്ടിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ വളരെ കാം, നല്ല ഫീലോട് കൂടിയിട്ട് മോൾക്ക് ഈ പാട്ടിൻ്റെ ആ ഒരു വേണ്ട എക്സ്പ്രഷൻസ് ഒക്കെ അതേപോലെ തന്നെ കൊടുത്ത് മോൾക്ക് പാടാൻ പറ്റി. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ മോളുടെ വേറൊരു ഏറ്റവും നല്ലൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നല്ല വോയിസാണ്, ഒരു ബ്രൈറ്റ് വോയിസ്. ഇപ്പം ഇങ്ങനത്തെ ഓർക്കസ്ട്ര ഒക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ എടുത്തു നിൽക്കും. അപ്പോൾ അത് കേൾക്കാൻ ഭയങ്കര സുഖമാണ്. അപ്പം അങ്ങനത്തെ ഒരു നല്ല വോയിസ് മോൾക്കുണ്ട്. മോൾ അതൊക്കെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ റിക്വയർഡ് എക്സ്പ്രഷൻ ഫോർ ദിസ് സോങ് അതാണ് മോള് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഇഷ്ടമായുള്ളൊരു ഘടകം എന്ന് പറയുന്നത് മോളുടെ ഒരു ഫീലാണ്. ഈ പാട്ടിൽ മോൾ കൊണ്ടുവന്ന ഒരു ഫീല്. ഇത് ആരാണ് പ്രാക്ടീസ് ചെയ്യിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നത്? ആരാണ്? അമ്മയാണ്. അമ്മ പാടുമോ? അമ്മ മ്യൂസിക് ടീച്ചറാണ്. ഡാഡി പാടുമോ? ഡാഡി പാടില്ല, ഡാഡി ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇനി എന്താ വേണ്ടേ? വെരി നൈസ്, അതല്ലേ വേണ്ടത്. പിന്നെ നേരത്തെ സിസ്ലി മാം പറഞ്ഞതുപോലെ കുറച്ച് ഒരു സ്ട്രെയിൻ ഉള്ള പോലൊക്കെ തോന്നി. അത് ഈ കാലാവസ്ഥയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
എന്തായാലും മോൾക്ക് നല്ല ഭാവിയുണ്ട്. നല്ലൊരു വോയിസാണ്, ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നല്ല വോയിസാണ്, നല്ല എക്സ്പ്രഷനുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. പിന്നെ പിച്ച്, ശ്രുതി അതൊക്കെ കുറച്ചുകൂടെ ചേർന്ന് പാടാൻ ശ്രമിക്കണം കേട്ടോ. സോ വി ബ്രൈറ്റ് ഫ്യൂച്ചർ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. പോളിച്ച. കൺഗ്രാജുലേഷൻസ് ഏഞ്ചലീന, നന്നായി പാടി. താങ്ക് യു അച്ഛാ. നല്ല, ഇവിടെ മനോജ് സാറ് പറഞ്ഞ പോലെ നല്ല ശബ്ദമാണ്, നല്ല ശബ്ദം. പിന്നെ പാട്ടിൽ നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, നല്ല എക്സ്പ്രഷൻസ് നിറഞ്ഞു നിന്നിരുന്നു. പക്ഷെ പാടുന്ന സമയത്ത് ഒരു സ്മൈലിംഗ് ഉണ്ടായില്ല. അതിനുശേഷം ഇപ്പൊക്കെ സ്മൈൽ ചെയ്യുന്നുണ്ട്. പാടുന്ന സമയത്ത് സ്മൈൽ വരുമെന്നൊക്കെ ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു അർത്ഥം അല്ലേ. എനിക്ക് ചെറിയൊരു സംശയം, ഏഞ്ചൽ എനിക്ക് കുറച്ചും കൂടി ബ്രീത്തിങ് പവർ കൂടുതൽ വേണമെന്നൊരു തോന്നലുണ്ട് പാട്ട് കേൾക്കുമ്പോഴേ. വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുറിവുകൾ മാഞ്ഞു പോയി, അതിൽ ഈന്ന് കേൾക്കില്ല, പോയി ഇങ്ങനെ അവസാനിക്കുകയാണ് പല സ്ഥലത്തും. ആദ്യം പാടിയപ്പോൾ പോയി എന്ന് പറഞ്ഞു, പിന്നീടുള്ളതൊക്കെ പോന്ന കേൾക്കണുള്ളൂ, മനസ്സിലായി. അപ്പം അത് എൻഡ് സിലബിൾസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് നമുക്കൊരു എക്സസൈസ് ഉണ്ട്, ടങ് ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസം എടുത്തിട്ട്, അപ്പോൾ എൻഡ് സിലബിൾസ് മുഴുവൻ ക്ലിയർ ആവും. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മുക്കിലൂടെ ശ്വാസം എടുക്കുക, ശ്വാസം വിടുമ്പോൾ ഇങ്ങനെ കുറച്ച് പ്രാവശ്യം കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടും, ഉച്ചാരണ ശുദ്ധി കുറച്ചുകൂടി ബെറ്റർ ആകും. അപ്പോൾ പോയി എന്നുള്ളതന്നെ കേൾക്കണം ശരിക്കും, പ്രത്യേകിച്ച് റെക്കോർഡിങ്ങിലേക്കൊക്കെ ചെല്ലുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, മനസ്സിലായോ. കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ടോ? അത് വർണ്ണം എന്ന് പറഞ്ഞ സാധനം ഒരു 2-3 കാലത്തിൽ പാടി കഴിയുമ്പോൾ ഇത് ശരിയായിട്ട് കിട്ടും അല്ലെ. വർണ്ണം പഠിച്ചിട്ടുണ്ട്, അവിടേക്കൊക്കെ എത്തിയിട്ടുണ്ട്. എവിടെ എത്തി? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ആയിപ്പോയി പഠിക്കാനുള്ളത് കൊണ്ട്. സോ പിന്നെയും സ്റ്റാർട്ട് ചെയ്തത് ഈ വർഷം, പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എത്തിയിട്ടേ ഉള്ളൂ. വർണ്ണത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അല്ല, ഇപ്പൊ നമ്മള് ഉദാഹരണം പറഞ്ഞ ഒരു നോട്ട് എത്ര നേരം നീട്ടി പിടിക്കാൻ പറ്റുന്ന അങ്ങനെ ചെയ്താൽ മതി. വർണ്ണം പഠിക്കണമെന്നൊന്നുമില്ല. ഷഡ്ജം നമ്മൾ ശ്രുതി അല്ലെങ്കിൽ തമ്പുരു ഓൺ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് സിംഗിൾ നോട്ട് ഹോൾഡ് ചെയ്യുക കുറേ നേരം, അപ്പോൾ നമ്മളുടെ കപ്പാസിറ്റി കൂടും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എന്ത് പറ്റി ഏഞ്ചലീന? ടെൻഷൻ ആയിരുന്നോ? ചെറുതായിട്ടോ? ഇപ്പത്തെ വെതർ അല്ലേ മോളെ, എല്ലാവർക്കും ഉണ്ട്. ഇതാ എനിക്കും ഉണ്ട്, ശബ്ദമെല്ലാം എല്ലാവർക്കും ആ ഒരു ത്രോട്ട് ഇൻഫെക്ഷന്റെ സമയമാണ്. പക്ഷെ എന്താ പറയാ, എന്നാലും മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ പാടാൻ നോക്കി അല്ലേ. ഇനി ഇതൊരു മത്സരവേദിയാണ്, നമുക്കെല്ലാം ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. ഇഷ്ടപ്പെട്ടോ മോള് പാടിയത്? ഫസ്റ്റ് റൗണ്ടിൽ വന്നപ്പം ഒരുപാട് നല്ല മാർക്കും വാങ്ങി, നല്ല പെർഫോമൻസ് ആയിരുന്നു മോളുടേത്. ഇന്നിപ്പോ 2ാമത്തെ റൗണ്ട് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമുക്ക് നോക്കാം മാർക്ക് എത്രയാണെന്ന്. പൊളിച്ച തുടങ്ങിയിട്ടുള്ള 2ാമത്തെ റൗണ്ട്. അതെ, അപ്പൊ ഇനി സ്കോർ ചെയ്യാനുള്ള സാധ്യത ഏഞ്ചൽ എനിക്ക് ധാരാളം ഉണ്ട്. അപ്പോ 7.5 മാർക്സ്. മനോജ് ചേട്ടാ. ഏഞ്ചലീന, ഈ സെക്കൻഡ് റൗണ്ടില് തോന്നുന്നു മോള് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ ഈ കാലാവസ്ഥ കൊണ്ട് എനിക്ക് തോന്നുന്നു ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് മോള് പേടിക്കണ്ട, ഈ ഒരു സമയത്ത് പാടിയതിന്റെ ഒരു മാർക്കാണ് നമ്മൾ തരുന്നത്. ഇറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ദി വേൾഡ്. ഓക്കെ, കുറെ സമയങ്ങളുണ്ട്, കുറെ ഓപ്പർച്യൂണിറ്റീസ് വരും. മോൾക്ക് 7.5. സിസ്ലി. ഏഞ്ചലീനയുടെ മാർക്സ് പറയാം. അതിന് മുമ്പ് ഏഞ്ചലീനയുടെ അപ്പേനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇങ്ങനെ പ്രത്യേകിച്ച് അപ്പന്മാർക്ക് ജോലി ബിസിനസ് ഒക്കെ ഉണ്ടാവും. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന ഓരോ കാര്യങ്ങളും മോൾക്ക് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം കേട്ടോ. അപ്പം അത് ഓർപ്പിച്ചുകൊണ്ട് മോൾക്ക് 7.5. അപ്പൊ അങ്ങനെ മോൾക്ക് ഇപ്രാവശ്യം ലഭിച്ചിരിക്കുന്നത് 22.5 മാർക്സ് ആണ് 30-ല്. സന്തോഷായോ? ഓക്കെ ആണ് അല്ലേ? സാരല്ല, ഇതൊക്കെ തുടക്കം മാത്രല്ലേ. ഫസ്റ്റ് റൗണ്ടിൽ എത്രയോ മാർക്ക് വാങ്ങിച്ചു കൂട്ടിയിരിക്കണത്. അപ്പൊ ഇപ്പൊ ഇത്തിരി കുറഞ്ഞാലും പക്ഷെ മാർക്ക് ഇപ്പോഴും കുറയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മത്സരിക്കാൻ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ കഴിഞ്ഞത് കഴിഞ്ഞു, ഈ 2 പാട്ടും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ പോയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് തൊണ്ടയൊക്കെ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും വരൂ കേട്ടോ. ഓക്കെ.
അടുത്തത് നമുക്ക് വേദിയിലേക്ക് ഇവാൻ മാർട്ടിനെ ക്ഷണിക്കാം. വരൂ ഇവാൻ. എന്ത് പറ്റി ഇവാൻ, ഭയങ്കര ഗൗരവത്തോടെയൊക്കെ വരണേ? ഒന്നുമില്ല. എന്നെ എന്ത് പറ്റി? ഭയങ്കര, അല്ലെങ്കിൽ എപ്പോഴും ഒരു സ്മൈലൊക്കെ തരാറുണ്ട് അവിടെ നിന്ന്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടാണ്. മോനിപ്പോ പാടാൻ പോകുന്നത് സെയിൻസ് കാറ്റഗറിയിലുള്ള ഗാനമാണ്. അതെ. ഏതാണ് പാട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്? അരുമ ശിഷ്യനായ മാർത്തോമ. ഓക്കെ, പാട്ടൊക്കെ പഠിച്ചിട്ടും വന്നിട്ടുണ്ട് അല്ലെ? അപ്പോ ഇപ്പൊ പാടാൻ പോകുന്ന ഈ സെയിൻസ് കാറ്റഗറിയിലുള്ള പാട്ട് മോൻ നല്ല രീതിയിൽ ചിരിച്ച് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ശിഷ്യനായ മാർത്തോമാ, ഭാരതഭൂവിന് റൂഹ നൽകിയ ദാനം, കടലും താണ്ടിയണഞ്ഞു മാർത്തോമാ, മാമല തെങ്ങും മാമുനിമാരുടെ നാട്ടിൽ. അരുമ ശിഷ്യനായ മാർത്തോമാ, ഭാരതഭൂവിന് റൂഹ നൽകിയ ദാനം, കടലും താണ്ടിയണഞ്ഞു മാർത്തോമാ, മാമലത്തെങ്ങും മാമുനിമാരുടെ നാട്ടിൽ. അസതോമ സക്കമയ പാടുന്നൊരു പ്രിയനാട്ടിൽ, അലിവേറും തിരുവചനം പകരാനായി വന്നവനേ. അസതോമ സക്കമയ പാടുന്നൊരു പ്രിയനാട്ടിൽ, അലിവേറും തിരുവചനം പകരാനായി വന്നവനേ. അരുമ ശിഷ്യനായ മാർത്തോമാ, ഭാരതഭൂവിന് റൂഹ നൽകിയ ദാനം. സ്നേഹം തൂകി നീ പ്രിയമോടെ തിരുനാമം ഞങ്ങളും ഓർക്കുന്നു. കാൽനടയായി മലനാട്ടിൽ കാൽവരി സ്നേഹം തൂകി നീ പ്രിയമോടെ തിരുനാമം ഞങ്ങളും ഓർക്കുന്നു. മാർത്തോമാ സ്ലീഹ നിന്റെ മാർഗമൊരഭിമാനം, മാർത്തോമാ സ്ലീഹ നിന്റെ മാർഗമൊരഭിമാനം, വിശ്വാസിക്ക ഹൃദയതലത്തിൽ നീന്നഭിമാനം. തിരുമാറിൽ അണിചേരും സുറിയാനി പൈതൃകം, വിരവോടെ നറുമണ്ണിൽ നാം ആഘോഷിക്കുന്നു. തിരുമാറിൽ അണിചേരും സുറിയാനി പൈതൃകം, വിരവോടെ നറുമണ്ണിൽ നാം ആഘോഷിക്കുന്നു. അരുമ ശിഷ്യനായ മാർത്തോമാ, ഭാരതഭൂവിന് റൂഹ നൽകിയ ദാനം. ദീദിമോസിന്നാലോ രണ്ടാമൻ, എന്നാലും വിശ്വാസത്തിൽ ഒന്നാമൻ. നാഥനോടൊപ്പം പോയി മരിക്കാമെന്ന് ചൊല്ലിയ നിന്നുടെ ധൈര്യം ഞങ്ങളുടെ പുണ്യം. ദീദിമോസിന്നാലോ രണ്ടാമൻ, എന്നാലും വിശ്വാസത്തിൽ ഒന്നാമൻ. നാഥനോടൊപ്പം പോയി മരിക്കാമെന്ന് ചൊല്ലിയ നിന്നുടെ ധൈര്യം ഞങ്ങളുടെ പുണ്യം. അരുമ ശിഷ്യനായ മാർത്തോമാ, ഭാരതഭൂവിന് റൂഹ നൽകിയ ദാനം.
കടലും താണ്ടിയണഞ്ഞു മാത്തോമാ മാമല തിങ്ങും മാമുനിമാരുടെ നാട്ടിൽ അസത്തോമ സക്കമയ ആടുന്നൊരു പ്രിയ നാട്ടിൽ അലിവേറും തിരുവചനം പകരാനായി വന്നവനെ അസത്തോമ സക്കമയ പാടുന്നൊരു പ്രിയ നാട്ടിൽ അലിവേറും തിരുവചനം പകരാനായി വന്നവനെ മാറപ്രിയ മണിവീണകൾ ശ്രുതി മീട്ടിപ്പാടുന്നു ഇന്ത്യയുടെ ഇരുളേഴും നിശയിൽ നീ സുരദീപം മാറപ്രിയ മണിവീണകൾ ശ്രുതി മീട്ടിപ്പാടുന്നു ഇന്ത്യയുടെ ഇരുളേഴും നിശയിൽ നീ സുരദീപം. ഇവാൻ വീട്ടില് എത്രയോ തവണ ഈ പാട്ട് പാടിയിട്ടുണ്ടാവും അല്ലേ? ഏറ്റവും കൂടുതൽ ഇത് പാടി കേൾപ്പിച്ചിരിക്കുന്നത് ആരെയാ? അമ്മേനെ. അമ്മേനെ. അപ്പൊ അമ്മ പറയൂ, മോൻ പാടുന്നത് പോലെ അത്ര ഭംഗിയായിട്ട് ഇന്നിപ്പോ പാടിയോ? കുഴപ്പമില്ല, അത്രേ ഉള്ളോ? സൂപ്പറായിട്ട് പാടി. അച്ഛന് ഇഷ്ടപ്പെട്ടോ? അനിയന്റെ അടുത്തും കൂടെ ചോദിക്കട്ടെ, അനിയൻ ഈ ലോകത്തേ അല്ലേ ചേട്ടൻ പാടിയത് കേട്ടോ? ഇഷ്ടായോ? ചേട്ടന് ഫുൾ മാർക്ക് കിട്ടോ? കിട്ടും. യെസ്, അവരൊക്കെ കോൺഫിഡന്റ് ആണ്. അപ്പൊ ഇവാൻ നമുക്കിനി അവരുടെ അടുത്ത് ചോദിക്കാം. പോളിച്ചാ, ഇവാൻ എന്തോ വളരെ നന്നായിട്ട് പാടി. താങ്ക് യു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഇവാന് വളരെ നല്ല ശബ്ദമാണ്, നല്ല ശബ്ദം, നല്ലൊരു അനുഗ്രഹമാണ് നല്ല ശബ്ദം ഉണ്ടാവുന്നത്. താങ്ക് യു. അല്ല, കോറസ് നന്നായിരുന്നു. പിന്നെ അക്ഷരശുദ്ധി കുറച്ചും കൂടി ശ്രദ്ധിക്കാം. ധൈര്യം, പല വാക്കുകളുണ്ട് ഇതില്. മാർഗമോ, അഭിമാനം, അപ്പൊ അവിടെ കുറച്ചും കൂടി ആക്സെന്റ് കൂടുതൽ കൊടുക്കണം. അക്ഷരശുദ്ധി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇവാൻ നല്ല കപ്പാസിറ്റി ഉണ്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കണം. അറ്റൻഷൻ അല്ലേ, അത് നമ്മൾ ഈ സാധകം ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അതാണ്. ഈ ക്ലാസിക്കൽ മ്യൂസിക്കിൽ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ട്. എന്താ സാധകം എന്ന് പറഞ്ഞാൽ? സാധകം എന്ന് വെച്ചാല് പാട്ട് പ്രാക്ടീസ്. സാധകം നമ്മള് ശാസ്ത്രീയ സംഗീതം പാടുന്നതിനൊക്കെ. അല്ല, സാധകം ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് നടത്തുള്ളൂ. സാധന പ്രാക്ടീസ് ചെയ്യാൻ നടത്തുള്ളൂ. അത് ഏതിനും ക്ലാസിക്കൽ മ്യൂസിക്കിനെ പറയും അങ്ങനെ. പക്ഷെ എല്ലാത്തിലും ലൈറ്റ് മ്യൂസിക്കിനും സാധകം വേണം, പ്രാക്ടീസ് വേണ്ടേ? വേണം. അപ്പോൾ അത് കൂടുതൽ ചെയ്യും തോറും കുറച്ചും കൂടി മൈൻഡിന് നമുക്ക്, അതായത് സാധകം ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് അറ്റൻഷൻ ലെവൽ കൂടും, സർക്കിൾ കോൺസെൻട്രേഷൻ. അത് അപ്പോൾ യേശുദാസ് എന്ന് പറയുന്ന ഗായകന് വലിയ കോൺസെൻട്രേഷൻ സർക്കിളാണ് ഉള്ളത്. കാരണം അത്രയും വർഷത്തെ സാധനയാണ്. അപ്പോൾ ഈ ശബ്ദത്തിലുണ്ടാകുന്ന ആ മൈന്യൂട്ടായിട്ടുള്ള ചലനങ്ങൾ ബ്രെയിൻ ക്യാച്ച് ചെയ്യും. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ അത്രയും പ്രാക്ടീസ് ചെയ്യാനുള്ള ആൾക്ക് അത് കേൾക്കാൻ പറ്റില്ല. വളരെയധികം ഡീപ്പ് ലിസണിങ് ആവശ്യമുണ്ട് അതിനാണ് ഈ സാധകത്തിൻ്റെ ഒരു ഇത്. ആ എന്താ പറയുക, ദ വേൾഡ് ഓഫ് സൗണ്ട്, അതിലേക്ക് ഇങ്ങനെ മുഴുകി 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 ഇങ്ങനെ ഡീപ്പായിട്ട് പോകും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറും നമുക്ക് കൂടുതൽ ഈ സിദ്ധി കൂടും. അത് കുറച്ച് കുറയുണ്ടോ? ഇല്ല, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പറയുമ്പോൾ തന്നെ കുറച്ചൊരു അപ്പോൾ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഇപ്പികളേക്കാളും കൂടുതൽ പ്രാക്ടീസ് ഇവാൻ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉയരങ്ങളിൽ എത്താൻ പറ്റും. ഒന്നും കൂടി ഒന്ന് ആക്സലറേറ്റ് ചെയ്യണം കാര്യങ്ങൾ. മനസ്സിലായോ? നല്ല ശബ്ദമുണ്ട്, നല്ല കഴിവുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ഒന്നൊരു ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സ്പീഡ് ഒന്ന് കൂട്ടുക എന്നർത്ഥം. ഏത്? നമ്മുടെ പ്രാക്ടീസിൻ്റെ അളവ് ഒന്ന് ശക്തിപ്പെടുത്തുക. അങ്ങനെ ശക്തിപ്പെടുത്തി കഴിയുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. നല്ല ശബ്ദവും എല്ലാം, ബാക്കി എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ് ഇവാൻ. താങ്ക് യു. മനോജ് ചേട്ടാ, ഇവാൻ എന്തോ ഇവാൻ കഴിഞ്ഞ കോമ്പറ്റീഷൻസിലൊക്കെ കണ്ടതിനേക്കാളൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എന്താണ് അതിന്റെ രഹസ്യം? കഴിഞ്ഞ പ്രാവശ്യത്തെ പാട്ടുകളൊക്കെ പാടുന്നതിനേക്കാളും കൂടുതൽ പ്രാക്ടീസ് ചെയ്തു. അച്ഛൻ പറഞ്ഞ പോലെ സാധകം ചെയ്തു. അത് ശരി. അത് ഞാൻ പാരന്റ്സിന്റെ അടുത്ത് ചോദിക്കട്ടെ. കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതൽ ഇവൻ സാധകം ചെയ്യണ്ടായിരുന്നോ? ഓക്കെ, ശരിയാണ്. കാരണം അതിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ദിവസം എത്ര സമയം പ്രാക്ടീസ് ചെയ്യും? എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്? കർണാട്ടിക് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യും. പഠിക്കുന്നുണ്ട്. എത്ര വർഷമായി? വർഷമായില്ല, 2-3 മാസമേ ഉള്ളൂ. തുടങ്ങിയിട്ടുള്ളൂ. തുടങ്ങി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും തുടങ്ങി. 2-3 മാസമായി. എവിടെ എത്തി കർണാട്ടിക് മ്യൂസിക്കില്? കർണാട്ടിക് മ്യൂസിക്കില് ഗീതം 5.
ഗീതമായി, സരള പരീക്ഷകൾ അതെല്ലാം അത് കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ. അപ്പൊ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. ആണോ? 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം അതിലൊക്കെ പ്രാക്ടീസ് ചെയ്യോ? 3-ാം കാലം വരെ പോരില്ല, 2-ാം കാലം വരെ പാടും. ആ കാലത്തിലേക്കൊക്കെ പോണ്ടേ? ഇപ്പൊ എത്രയല്ല പഠിക്കുന്നേ? 8-ല്. 8-ല്. അപ്പൊ 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം, ഇങ്ങനെയുണ്ട്, കുറെ കാലങ്ങളുണ്ട്. നമ്മള് കാലത്തിനനുസരിച്ച് നമ്മൾ കാലത്തിലേക്ക് എത്തിച്ചേരണം കേട്ടോ. മോൻ ഒരു ബെറ്റർ ഇവാനായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മോന് നല്ല ശബ്ദമാണ്. അച്ഛൻ പറഞ്ഞ പോലെ നല്ല എന്താ പറയാ, ഗാംഭീര്യമുള്ള ഒരു ശബ്ദമാണ്. എനിക്ക് വോയിസ് ചേഞ്ച് ഒക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? അത് കഴിഞ്ഞു വന്നു. അപ്പൊ കുറച്ചുകൂടെ ശബ്ദത്തിന് ഒരു ഗാംഭീര്യം വരും. ആ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഇനി അത് നന്നായിട്ട് ട്രെയിൻ ചെയ്ത് സാധകം ചെയ്ത് കൊണ്ടുവരാനുള്ളതാണ്. മോൻ പാടി നല്ല ഫീലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നിയത്, കറക്റ്റ് ചെയ്യാനായിട്ട് തോന്നിയത് ഉച്ചാരണങ്ങളാണ്. വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യുന്നത് അത് കൃത്യം നമ്മൾ കേട്ട് അത് മാറ്റി വാ തുറന്ന് അക്ഷരങ്ങൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ആ രീതിയിൽ ഉച്ചരിച്ച് പാടാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു അനുപല്ലവി അവിടെ എത്തിയപ്പോൾ കുറച്ച് ഷാർപ്പായ പോലൊക്കെ തോന്നി. അതായത് നോട്ട്സിൻ്റെ ഈ പിച്ച് ശ്രുതി ചെറുതായിട്ട്. അപ്പം ഈ ശ്രുതി ബോക്സ് വെച്ചിട്ടാണോ പ്രാക്ടീസ് ചെയ്യുന്നത് മോൻ? അല്ല, കരോക്കെ കേട്ടാ പ്രാക്ടീസ് ചെയ്യാം. കരോക്കെ ഓക്കെ, വിച്ച് ഇസ് ഫൈൻ. ബട്ട് ഈ സ്വരം ഇപ്പോൾ ഈ കർണാട്ടിക്കിൽ ഇപ്പോൾ സരളി വരിശകൾ, ജണ്ട് വരിശകൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രുതി ബോക്സ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ സാധിക്കെങ്കിൽ മെട്രണോം. അപ്പോൾ മെട്രണോമും ശ്രുതി ബോക്സ് ആകുമ്പോൾ താളം തെറ്റില്ല. ശ്രുതി തെറ്റില്ല, താളം തെറ്റില്ല. ഇത് വലിയ ഘടകങ്ങളാണ് ഒരു പാട്ടുകാരന് വേണ്ടത്. ഒന്ന് ശ്രുതി, ഒന്ന് താളം, പിന്നെ ഭാവം ഇതിനനുസരിച്ച് തന്നെ വരും. ഓക്കെ. അപ്പം മോന് നല്ല കഴിവുണ്ട്, നല്ല ടാലൻ്റാണ്. അപ്പോൾ കുറച്ചുകൂടെ പ്രാക്ടീസ് സാധകം കൂട്ടണം എന്ന് തോന്നുന്നു അല്ലേ? ഇപ്പം ഏത് സമയത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്? രാവിലെയാണോ? അങ്ങനെ ഒരു ടൈമുണ്ടോ? രാവിലെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നല്ലൊരു സമയം വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഡ് ബി എ വെരി ഗുഡ് സിംഗർ. എൻ്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളിപ്പോൾ 2-ാം റൗണ്ടിലാണ്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ഞങ്ങൾ കുറേ സജഷൻസും ചില ടിപ്സൊക്കെ പറഞ്ഞു തന്നിരുന്നു. അപ്പം അതൊക്കെ വെച്ച് കുറേ കൂടെ നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് സിംഗിങ് കുറച്ചുകൂടെ എലിവേറ്റായി. ഇപ്പോൾ ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പം ഇനി ഇതിൽ നിന്ന് കുറേ കൂടെ ഉയർന്നു പോകണ്ടേ? വലിയൊരു സിംഗറാവണ്ടേ നമുക്ക്? ഓക്കെ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അത് ഇനി നിങ്ങളെ കുറച്ചുകൂടെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ എടുക്കണം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സിസ്ലി, ഇവാൻ എന്തോ ഇവാനെ കാണുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ദൈവമേ ഇവാൻ്റെ ശബ്ദം ശരിയായോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ടെൻഷൻ. മോനെ കണ്ടപ്പോഴും ഞാൻ ആദ്യം ചോദിച്ചത് എങ്ങനെയുണ്ട് ഇവാൻ ശബ്ദം എന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ പറഞ്ഞു ബെറ്റർ ആയിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട് എന്തായാലും ഈ പാട്ടിന്. കഴിഞ്ഞ റൗണ്ട്സിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ആ വോയിസിൻ്റെ ആ ഒരു ചേഞ്ചിൻ്റെ ഒരു സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. പക്ഷേ ഇവാൻ അതൊക്കെ ഓവർകം ചെയ്തു. ഓരോ റൗണ്ട്സ് കഴിയുന്നതോറും ഇവാൻ ഇമ്പ്രൂവ്മെൻറ്റ്. അതുകൊണ്ടാണ് മോൻ ഈ 2nd റൗണ്ടിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഡിഫിക്കൾട്ടാണ് വരാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ. അതിൽ ഓവർകം ചെയ്ത് മോൻ്റെ ഈ പ്രായത്തിൽ വന്നല്ലോ, അത് ഗ്രേറ്റ് തിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ പാട്ടിൽ ഇതാരെക്കുറിച്ചുള്ള പാട്ടാ? മാർ തോമസ് ലീഹ. മാർ തോമസ് ലീഹയെ കുറിച്ച് മോൻ എന്താ അറിയാവുന്ന? മാർ തോമസ് ലീഹ കേരളത്തിൽ വന്നിട്ട് ഇവിടെ കുറെ പള്ളികളൊക്കെ പടുത്തു. അതെ അതെ, അത് കറക്റ്റാ. മാർ തോമസ് ലീഹയാണ് നമ്മുടെ ശിഷ്യന്മാരിൽ ഒരാള്. ഇന്ത്യയിലേക്ക് വരാനായിട്ട് വിളി കിട്ടിയ ഒരാള് തോമസ് ലീഹയാണ്. അദ്ദേഹമാണ് നമുക്ക് ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ? അപ്പോൾ ശരിയാ, മോൻ പറഞ്ഞാൽ ഒരുപാട് പള്ളികളൊക്കെ പണിതു. ഈ മാർ തോമസ് ലീഹയ്ക്കൊരു വേറൊരു പേരുണ്ട്. മോൻ പാടിയ പാട്ടിൽ അതുണ്ട്, ദീദിമോസ്. ഗുഡ്, സൂപ്പർ. അപ്പോൾ താങ്ക് യു മോനെ ഈ പാട്ട് സെലക്ട് ചെയ്തതിൽ. ആൻഡ് നന്നായി പാടി, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. കീപ് ഗോയിങ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അപ്പോ ഇവാന് എത്ര മാർക്കാണ് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പാരന്റ്സ് നൽകുന്നത്? ഇപ്പൊ ഇവരുടെ ജഡ്ജ്മെന്റും എല്ലാം കേട്ടു, മോന്റെ പാട്ടും കേട്ടു. ഏകദേശം എത്ര മാർക്ക് കിട്ടുമായിരിക്കും? എത്ര? 25. അച്ഛൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവാൻ എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നത്? 27. 27. നോക്കട്ടെ.
സിസ്ലി 25-27 ഈ ലെവലിലാണ് ഇവര് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര മാർക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്? എത്ര? അയ്യോ, നമ്മുടെ സെക്കൻഡ് റൗണ്ടിൽ തുടക്കം ഒരു ഇച്ചിരി നമ്മളൊന്ന് പിടിക്കണ്ടേ, എന്നല്ല നമുക്ക് കൂട്ടി മാർക്കിന് തരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് 7.5. മനോജ് ചേട്ടാ, പ്രതീക്ഷയൊക്കെ എപ്പോഴും വേണം നമുക്ക്. എന്നിട്ട് ആ പ്രതീക്ഷയിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകണം. ഞങ്ങൾക്ക് അതൊക്കെ തരണം തന്നെയാണ് ആഗ്രഹം. ബട്ട് യു വിൽ ഗെറ്റ് ഇറ്റ്. ബട്ട് ഇപ്പോഴല്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ അടുത്ത 2-3 പാട്ടൊക്കെ പാടി കുറെ കൂടെ നമ്മൾ സ്ട്രോങ് ആകുമ്പോൾ വിൽ ഗീവ് ദാറ്റ് മാർക്ക്. ഇപ്പോൾ 7.5. താങ്ക് യു. 15 ആയി. 10 മാർക്കും കിട്ടിയാലേ 25 എത്തുള്ളൂ. 27 എന്തായാലും നടക്കൂല. അച്ഛാ, എത്ര മാർക്കാണ്? ഇവാന് 7.5 മാർക്ക്. താങ്ക് യു. ഓക്കെ, അപ്പൊ പ്രതീക്ഷിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ നമ്മൾ 27-30 മാർക്ക് വാങ്ങാനായിട്ട് തന്നെ വേണം മോൻ പ്രാക്ടീസ് ചെയ്ത് വരാനായിട്ട്. പക്ഷെ ഇപ്പൊ മോന് ലഭിച്ചിരിക്കുന്നത്, ഇന്നത്തെ ഈ പാട്ടിന് സെയിൻസ് കാറ്റഗറിയിലുള്ള ഗാനത്തിന് മോന് ലഭിച്ചിരിക്കുന്നത് 22.5 മാർക്സ് ആണ് 30-ല്. വിഷമായോ? ഇല്ല, കുഴപ്പമില്ല. അപ്പൊ മോൻ ഇനി 2 പാട്ടും കൂടെ ഉണ്ട് ഈ കാറ്റഗറിയിൽ അല്ലേ മത്സരിക്കാനായിട്ട്. അപ്പൊ പോയിട്ട് അതിന് ഇതിനെക്കാട്ടിൽ നല്ല മാർക്ക് വാങ്ങണം കേട്ടോ. ഓക്കെ ഇവാൻ, താങ്ക് യു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിലെ 3ാമത്തെ ഗാനം ആലപിക്കാൻ മത്സരിക്കാൻ വേദിയിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ഹന്ന ബി രാജ്. ഹന്നക്കുട്ടി ഈ വേഷമൊക്കെ ഇട്ട് വന്ന് കാണുമ്പോ തന്നെ അറിയാം സെമി ക്ലാസിക്കൽ റൗണ്ടിലേക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? എന്തൊരു പ്രിപ്പറേഷൻ ആണ് വേഷത്തിലൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ആരാ സെലക്ട് ചെയ്തേ? അമ്മ. അപ്പൊ പാട്ട് സെലക്ട് ചെയ്തതോ? എല്ലാം അമ്മയാണോ? അമ്മയുടെ തീരുമാനാണോ ഫൈനൽ ഡിസിഷൻ? ആണോ? ഇപ്പൊ അമ്മ പറയണത് മോൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും? വേറെ എടുത്തു തരും. എന്നാലും അമ്മയുടെ ഇഷ്ടത്തിനുള്ള പാട്ട് തന്നെ പാടണം എന്നുള്ളതാണോ? അങ്ങനെയല്ല, എന്റെയും കൂടെ നോക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ അമ്മ മോൾക്ക് വേണ്ടിയിട്ട് സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ആദ്യമായിട്ട് ചൂസ് ചെയ്ത ഗാനം തന്നെയാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത്? ഏതാണ് ആ ഗാനം? യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ. ആര് ചിട്ടപ്പെടുത്തിയ ഗാനമാണത്? ആ, ജോസ് ജോർജ് സാറാണ്. ആ, പാടിയതോ? പാടിയിരിക്കുന്ന കെസ്റ്റർ സാറ്. ഓക്കെ, അപ്പം കെസ്ട്രേട്ടന്റെ നല്ല മനോഹരമായ ഒരു ഗാനം ഇപ്പോൾ ഹന്നയിലൂടെ ഞങ്ങൾ കേൾക്കാൻ പോകുന്നു. ഹന്ന, ഇത് 2ാമത്തെ റൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിലെ ഫസ്റ്റ് കാറ്റഗറി ഗാനമാണ് പാടുന്നത്. സൂപ്പർ ആയിട്ട് പാട്, നല്ല മാർക്കും വാങ്ങിക്കാം. ഓക്കെ, താങ്ക് യു.
സൃഷ്ടികളുമാർത്തു പാടുന്ന നാമം സർവശക്തനാമേശുനാഥന്റെ നാമം സർവ സൃഷ്ടികളുമാർത്തു പാടുന്ന നാമം സർവശക്തനാമേശുനാഥന്റെ നാമം സർവപാപവും പോക്കിടുന്നൊരു രക്ഷിതാവിന്റെ നാമം സർവവും നമ്മിലേക്കിടുന്നൊരു സ്വർഗതാതന്റെ നാമം ഗരിസ റിസനി ഗരിസ റിസനി സനി പ സനി പ ഗരി സരി ഗരി ഗ പ ഗ പ സനി സാരി ഗ പ ഗരി സനി പനി സാ യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ നിത്യമാം ജീവനേകിടും പുണ്യനാമം സത്യമാം വചനമായിടും ഏകനാമം നിത്യമാം ജീവനേകിടും പുണ്യനാമം സത്യമാം വചനമായിടും ഏകനാമം നിത്യകാലവും ഭക്തരെ ദിവ്യശക്തിയേകുന്ന നാമം നിത്യതേ തന്റെ മക്കളെ ചേർത്തിടുന്നൊരു നാമം ഗരിസ റിസനി ഗരിസ റിസനി സനി പ സനി പ ഗരി സരി ഗരി ഗ പ ഗ പ സനി സാരി ഗ പ ഗരി സനി പനി സാ യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ ശക്തിയാകുന്ന രക്ഷയേകുന്ന സത്യമായൊരു നാമം 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 യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ നല്ല കുട്ടി പാടിക്കഴിഞ്ഞപ്പോഴും നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നു അല്ലേ? നല്ല തൃപ്തിയായിട്ട് പാടാൻ പറ്റി. ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് പാടിയോ? അമ്മയ്ക്ക് അത്ര ഇഷ്ടായില്ലേ? എന്തെങ്കിലുമൊക്കെ പാകപ്പുകൾ ഉണ്ടായോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ശരി. സിസ്ലി, ഹന്നക്കുട്ടി, എന്തോ ഓ എന്റെ ദൈവമേ, ഹൃദയം നിറഞ്ഞു. നല്ല രസമായി പാടി കേട്ടോ. ബ്യൂട്ടിഫുൾ. എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷം ഇങ്ങനെ വന്നു മോളുടെ പാട്ട് കേട്ടപ്പോ. ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ സന്തോഷിക്കാന്ന് പറയില്ല, അതുപോലൊരു ഫീലിംഗ് കിട്ടി മോള് പാടിയപ്പോ. ഫസ്റ്റ് ഫ്രം യുവർ പ്രസന്റേഷൻ, ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ. ആ പ്രസന്റേഷനിലും ആ നിപ്പിലും മോളുടെ സംസാരത്തിലും ഒക്കെ ആ കോൺഫിഡൻസ് അത് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പൊ തന്നെ ഞങ്ങൾക്ക് അറിയാം ഒരു കലക്കുന്നു. അതുപോലെ തന്നെ നന്നായിട്ട് പാടി മോളെ. ഞാൻ ഇവിടെ പറയായിരുന്നു കുട്ടികളോട്, നമുക്കിങ്ങനെ ഓരോ റൗണ്ട്സ് വരുമ്പോഴാണ് നമ്മൾ തന്നെ ഡിസ്കവർ ചെയ്യുക നമ്മൾ ആരാന്നും നമ്മുടെ ഉള്ളിലുള്ള എന്താണ് റിയൽ ടാലന്റ് എന്ന് നമ്മളെ തന്നെ ഡിസ്കവർ ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പല റൗണ്ട്സ് തന്നിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഹന്നനെ ഡിസ്കവർ ചെയ്ത ഒരു റൗണ്ട് ആയിപ്പോയി. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനൊരു പ്രസൻറ്റേഷൻ. മോളുടെ എനിക്ക് തോന്നിയത് മോൾക്ക് ഈ ക്ലാസിക്കൽ പാടുന്നത് ലൈറ്റ് പാടുന്നതിനെക്കാട്ടിലും മോള് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മോള് പ്രസന്റ് ചെയ്തു. എത്ര നാളായിട്ട് മോള് ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട്? 4 വർഷമായി. 4 വർഷമായി. ഇത് ശരിക്കും ആരാ മോൾക്ക് ട്രെയിനിങ്? ഇങ്ങനെ കേട്ട് പഠിച്ചതാണോ അതോ മാഷ് പഠിപ്പിക്കുന്നു? ഞാൻ അക്കാഡമിയിൽ പോകുന്നുണ്ട്. അല്ല, ഈ പാട്ട് മോള് കേട്ട് പഠിച്ചതാണോ? എനിക്ക് പഠിക്കാൻ സഹായിച്ചു തന്നിട്ടുണ്ട്. ഈ ലിറിക്സും അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്ന
സാറ് എന്നെ സഹായിച്ചിട്ടുണ്ട്. മ്യൂസിക് ചെയ്ത ആള് മോളെ സഹായിച്ചു. സഹായിച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടന്റെ ഫ്രണ്ടായ മാധവ് ചേട്ടനൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഒരു പറ്റ ആൾക്കാർ, ഒരു ബാൻഡ് തന്നെ ഉണ്ട് അപ്പൊ കൂടെ അല്ലേ? അതിന്റെ ഒരു ഔട്ട്കം ഡെഫിനറ്റ്ലി ഓൺ സ്റ്റേജ് റിഫ്ലക്ട് ചെയ്തു. ആൻഡ് ലാസ്റ്റ് ആ ഹമ്മിങ്ങിലല്ലേ അതും കൂടി ഒന്ന് ആ ശ്വാസം അങ്ങ് തീർന്നു പോയി. അപ്പൊ അവിടെ ഞാൻ ഓർത്ത് ഒന്ന് ബ്രെത്ത് എടുത്തിട്ട് അതങ്ങ് കംപ്ലീറ്റ് ചെയ്തങ്ങ് അങ്ങനെ ഒന്ന് നിർത്താമോ? അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഫീൽ ചെയ്തുള്ളൂ, ആ ലാസ്റ്റ് പോർഷൻ ഓഫ് ഹമ്മിങ്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ആ സമയത്ത് ഒറ്റ ബ്രത്തിൽ എല്ലാം കൂടി പാടിയപ്പോൾ അങ്ങ് ശ്വാസം തീർന്നുപോയി. ഇന്ന് സമാധാനമായിട്ട് ശ്വാസം എടുത്തങ്ങ് സസ്റ്റെയിൻ ചെയ്ത് നിർത്തായിരുന്നു. ഇപ്പൊ പാടിയപ്പോൾ നന്നായിരുന്നു കേട്ടോ. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു മാം. താങ്ക് യു. മനോജ് ചേട്ടാ. എന്റെ മോളെ എന്തോ എൻ്റെ മോള് ഇങ്ങനെ വീണ്ടും ഞങ്ങളെ ഞെട്ടിച്ച് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണല്ലോ. ഇത് പാടിയപ്പോഴേ എനിക്ക് തോന്നുന്നു ഒരു കച്ചേരിയൊക്കെ കേൾക്കുന്ന ഒരു സുഖമായിരുന്നു ഞങ്ങൾക്ക്. അത്ര ഉഗ്രനായിട്ട് പാടി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. വാട്ട് എ റെൻഡിഷൻ. അപ്പോൾ അത് എന്താ പറയുക, ഞങ്ങൾ ഒരു പ്രൊഫഷണൽ സിംഗറൊക്കെ വന്നിരുന്ന് കച്ചേരിയൊക്കെ നടത്തില്ലേ, ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് സിംഗിങ് ഉണ്ടായിരുന്നു മോള് പാടിയപ്പോൾ. പിന്നെ ഇപ്പം 4 വർഷമായി പഠിക്കുന്നു അല്ലേ കർണാട്ടിക്. ആരാ ടീച്ചർ? വിനീഷ് സാർ. എവിടെയാണ്? നെടുമങ്ങാട്, തിരുവനന്തപുരത്ത്. ഓക്കെ. ഇത് ഏത് രാഗാന്നറിയോ? ഹംസധ്വനി. ഓക്കെ, വെരി ഗുഡ്. പിന്നെ എനിക്ക് തോന്നിയത് മോളെപ്പോഴും ഉച്ചാരണം ഈ യേശുവിന് പകരം യേശുവിൻ എന്നായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത് പല സമയങ്ങളിലും. അതൊന്ന് പാടി നോക്കാവോ? ആ ഫസ്റ്റ് ഒന്ന് യേശുവിൻ. യേശു അല്ല, യേശുവിൻ. യേശുവിൻ. യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം ഇങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്കുകൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് അതിങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോകും. അങ്ങനെ ആഗ്രഹിച്ചതാണ്. ഇപ്പോൾ ശരിക്കും പാടി. ഇറ്റ് വാസ് നൈസ്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഈ ബ്രെത്ത് കൺട്രോൾ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. പ്രത്യേകിച്ച് ഈ വരികളൊക്കെ ഇങ്ങനെ പാടുമ്പോൾ ചില സ്ഥലങ്ങൾ എവിടെ നിർത്തണം അല്ലെങ്കിൽ എവിടെ ബ്രെത്ത് എടുക്കണം എന്നുള്ളത് മോള് നോട്ട് ചെയ്ത് വെക്കണം. അപ്പം അതങ്ങനത്തെ ചെറിയ കാര്യങ്ങളുള്ളൂ. അതർവൈസ് ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് റെൻഡിഷൻ. അപ്പം എന്തായാലും നല്ല ഭാവിയുണ്ട് മോൾക്ക്. പിന്നെ ഇവള് നന്നായി പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾ ഉറപ്പാക്കാറില്ലേ വീട്ടിൽ? ദിവസം എപ്പോൾ പ്രാക്ടീസ് ചെയ്യും? രാവിലെയാണോ വൈകുന്നേരമാണ്? എത്ര സമയം പ്രാക്ടീസ് ചെയ്യും? അരമണിക്കൂറോ? അരമണിക്കൂർ പോരാ. അരമണിക്കൂറൊക്കെ ഇത്ര നന്നായി പാടുന്ന ആള് മിനിമം 1 hour എങ്കിലും ചെയ്യണം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ല്. അപ്പോൾ എന്താ പറയുക, നന്നായി 1-1.5 മണിക്കൂറൊക്കെ ആവാം. നല്ലതാണ് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതൊക്കെ ഈ സ്റ്റഡീൻ്റെ ഒക്കെ ഹെൽപ്പ് ചെയ്യും. കൂടുതൽ സമയം കൂട്ടുക. ബിക്കോസ് യു ഹാവ് ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ. എന്താ പറയുക, ഒത്തിരി ടാലൻ്റ് ഉണ്ട്. അപ്പം അതൊക്കെ ഒന്നുകൂടെ മോൾഡ് ചെയ്ത് വരണമെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിന് സമയം വേണം. ഓക്കെ, അപ്പം അങ്ങനെ അതുപോലെ പാടി പ്രാക്ടീസ് ചെയ്യുക. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അച്ഛാ, അന്ന അതിമനോഹരമായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. വളരെ മനോഹരമായിട്ട് പാടി. നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പാട്ടില്. പിന്നെ ഒരു പാട്ടിൻ്റെ സെലക്ഷൻ തന്നെയാണ് അതിൻ്റെ വിന്നിങ് സ്ട്രാറ്റജി നിശ്ചയിക്കുന്നത്, അത് വിജയമാകുമോ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ലൊരു സെലക്ഷനാണ്. ആരെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞത്? വെരി ഗുഡ്. അപ്പം നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സെലക്ഷനിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. സെലക്ഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു പണി. പിന്നെ എങ്ങനെ ചെന്നാലും നമുക്കിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ നന്നായിട്ട് ശ്രുതി ഒരുവിധം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഇത് പറഞ്ഞ മാതിരി ബ്രത്ത് പവർ കുറേ കൂടിയും കൂടാനുണ്ട്. മനോജ് സാറ് പറഞ്ഞത് ബ്രത്ത് എടുക്കേണ്ട പ്ലേസ് അത് കറക്റ്റാണ്. പക്ഷേ ഈ ടോട്ടൽ ബ്രത്ത് പവർ കുറച്ചും കൂടിയും കൂടണം. അപ്പോൾ മോളിപ്പോൾ 8ാം ക്ലാസ്സിലായിട്ടുള്ളൂ. ഇനി മുന്നോട്ട് പോകുന്നവർ കൂടുക. അത്
കൂടി വരും നമ്മൾ വളരുന്നതനുസരിച്ച്. സ്വരസ്ഥാനങ്ങളൊക്കെ പാടിയതൊക്കെ നല്ല ശുദ്ധമായിരുന്നു, നന്നായിട്ട് പാടാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഇനി നന്നായി വരട്ടെ. ഇപ്പോൾ 4 കൊല്ലമായിട്ടുള്ള പഠിച്ചിട്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ക്ലാസിക്കൽ മ്യൂസിക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ ഡിവോഷണൽ രംഗത്തുള്ള ആളുകളോട് ഞാൻ എപ്പോഴും പറയാറുള്ളത്, പലരും അതിന് ഹെസിറ്റേറ്റ് ചെയ്യാണ്. പക്ഷേ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു കഴിയുമ്പോൾ ലൈറ്റ് മ്യൂസിക് ഈസി ആയിട്ട് പാടാൻ പറ്റും. ഏത് മ്യൂസിക്കും വഴങ്ങും നമുക്ക്. കാരണം എല്ലാത്തിനും ഒരു അടിസ്ഥാനം കൃത്യമായിട്ട് അതിൽ കിട്ടും. മനസ്സിലായോ? ശ്രുതി ശുദ്ധമാകാനും സ്ഥാനം ശുദ്ധമാകാനും ഒക്കെ ഒരുപാട് ബ്രത്ത് പവർ കൂടുതൽ കിട്ടും. ഒരുപാട് സാധ്യതകളാണ്. അതുകൊണ്ട് ക്ലാസിക്കൽ മ്യൂസിക് ഇനി പറഞ്ഞ മാതിരി അരമണിക്കൂറല്ല, കുറച്ചുകൂടി കൂടിയതുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ 1 മണിക്കൂറായാലും പ്രശ്നമില്ല. അത്രയും ഉപകാരം നമുക്കുണ്ടാവും. മനസ്സിലായോ? സാധകമാണ് നമ്മളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. അപ്പം അങ്ങനെ നല്ല ഗായികയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ വിജയങ്ങളും നേരുന്നു. താങ്ക് യു അച്ഛാ. താങ്ക് യു. ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത് കഴിഞ്ഞ് ഇത്ര ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ് ഇത്ര മനോഹരമായി അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ എന്ത് സന്തോഷമാണല്ലേ ഹന്ന, അല്ലേ? ഇത്രയും നാള് ഹാർഡ് വർക്ക് ചെയ്തതെല്ലാം എത്ര നന്നായി ഇപ്പൊ തോന്നുന്നില്ലേ, അല്ലേ? യെസ്. അപ്പൊ നമുക്ക് മാർക്കും കൂടെ നോക്കാം. എത്ര മാർക്കാണ് അച്ഛാ ഹന്നയ്ക്ക് ഈ പാട്ടിന് അച്ഛൻ നൽകുന്നത്? ഹന്ന ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തു, 9 മാർക്സ്. സെക്കൻഡ് റൗണ്ടില് ആദ്യത്തെ ഹയസ്റ്റ് മാർക്കാണ് കേട്ടല്ലോ. ആ മനോജ് ചേട്ടാ, ഞാനിപ്പോ അത് എങ്ങനെയാണ് കുറക്കിട്ടില്ലേ? 9 മാർക്സ്. ഹന്നയുടെ എഫേർട്ടിന് 9 മാർക്സ്. കൺഗ്രാറ്റുലേഷൻസ്. സെക്കൻഡ് റൗണ്ട് നമ്മൾ തുടങ്ങിയപ്പോ ഹന്നയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ഇവിടുന്ന് പോയിരിക്കുന്നത്. അപ്പൊ ഹന്ന, ആ മാർക്ക് ആദ്യം നൽകേണ്ടത് അമ്മയ്ക്കാണ്. കാരണം അമ്മയാണ് കഷ്ടപ്പെട്ട് ഈ പാട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ 27 മാർക്സ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷായില്ലേ? അപ്പൊ അമ്മയും മോളും അച്ഛനും ഇതൊക്കെ അങ്ങ് ആഘോഷിക്കുക. പക്ഷെ ആഘോഷത്തിൽ ഇനി 2 പാട്ടും കൂടി ഉണ്ട്. അപ്പൊ ഇനി ഒട്ടും കുറയാൻ പാടില്ല. ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കും കേട്ടോ. ശരി, ഓക്കെ. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ 2ാമത്തെ റൗണ്ട് ആണ് ഇന്ന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഇന്നത്തെ തുടക്കം തന്നെ മനോഹരമായൊരു തുടക്കമായിരുന്നു. നല്ല നല്ല സിംഗേഴ്സും അവരുടെ ഗാനങ്ങളും എല്ലാം കോർത്തിണക്കിയ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. നമുക്ക് കാത്തിരുന്ന് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം കാണാം. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കാണാം. ബൈ. ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത് സെയിൻസ് കാറ്റഗറിയിലുള്ള ഗാനമാണ്. അൽഫോൻസാമ്മ വലിയ ഒരു പിക്ചറായിട്ട് മോളുടെ പുറയില് ആൻഡ് മോള് ഫ്രണ്ടിൽ നിന്ന് പാടുന്ന ഒരു റെപ്രസെന്റേഷൻ പോലെ ഇരുന്നു. ശരിക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഡിയോൺ എന്താ പറയാ, ഞങ്ങളൊരു വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയി. പ്രത്യേകിച്ച് ആ ഒരു ലണ്ടൻ സീസൺ ഉണ്ടല്ലോ, അതായത് നോമ്പ് കാലത്ത് അഞ്ജലീന വളരെ നന്നായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. നല്ല നല്ല ആലാപനമായിരുന്നു. സ്വരമായുയരുന്ന തിന്മയുടെ കളയതു കളയുക